ഒരു സിനിമ ആരംഭിക്കുമ്പോൾ എപ്പോൾ മുതലാണ് ഒരു ആർട്ട് ഡയറക്ടറുടെ പ്രസൻസ് ഉണ്ടാവുന്നത്? ഒരു ഡയറക്ടറുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ആലോചന ഇതെവിടെ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആരായിരിക്കണം ആർട്ട് ഡയറക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്യാമറ ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആർട്ട് ഡയറക്ടർ ആരായിരിക്കണം എന്നുള്ളതായിരിക്കും മിക്കവാറും ഡയറക്ടർ ഫിക്സ് ചെയ്യുന്നത്. ആദ്യം ആർട്ട് ഡയറക്ടർ പോകുന്നു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് ക്യാമറമാനും ഡയറക്ടറും പോകുന്നു. അവർ ചർച്ച ചെയ്ത് ഈ സ്ഥലം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആർട്ട് ഡയറക്ടറുടെ ജോലി എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ കിട്ടിക്കുന്ന സ്ക്രിപ്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ സീൻ ബേസ് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് തരംതിരിക്കുന്നു, ആക്ഷൻ പ്രോപ്പർട്ടീസ് തരംതിരിക്കുന്നു, ഇതിൻ്റെ ലൊക്കേഷൻസ്, ഓരോ സീൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിനകത്ത് നമുക്ക് കണ്ടെത്തേണ്ട വസ്തുക്കൾ, ഒരു സീനിലേക്ക് ആവശ്യമുള്ള അതായത് കളക്ട് ചെയ്യാവുന്ന വസ്തുക്കൾ നമ്മൾ തരംതിരിക്കുന്നു. ഒപ്പം തന്നെ വാങ്ങേണ്ട വസ്തുക്കൾ നമുക്ക് അത് തരംതിരിക്കുന്നു, പിന്നെ ഉണ്ടാക്കേണ്ട വസ്തുക്കൾ. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 തരത്തിൽ നമ്മൾ തരംതിരിക്കുന്നു സ്ക്രിപ്റ്റിന് തന്നെ. എന്നിട്ടാണ് അതിനകത്ത് സെറ്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ സെറ്റപ്പാണോ വേണ്ടത്. കാരണം ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തുള്ളൂ. ഒരു വീടിന് അങ്ങനെ തന്നെ സെറ്റപ്പ് ചെയ്യൽ പോകാം. ചില സിനിമയിൽ അത് സെറ്റ് ചെയ്യേണ്ടി വരും, ചില ഫുൾ സെറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത് ആർട്ട് ഡയറക്ടറാണ്. പിന്നീട് ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാമറാൻ്റെ ഒപ്പം സ്കെച്ച് വെച്ചുകൊണ്ട് നമ്മൾ ആ സെറ്റുകൾ എങ്ങനെ മേക്ക് ചെയ്യാം, എവിടേക്കാം സൺസെറ്റ് വരുന്ന അല്ല സൺറൈസ് വരുന്ന എവിടെയാണ്, ആ ലൈറ്റ് സോഴ്സ് കാണുന്നു. ആ ലൈറ്റ് സോഴ്സിനനുസരിച്ചിട്ട് ആ ഭൂപ്രദേശത്ത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനും രൂപരേഖ ഉണ്ടാക്കിയ ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഒരു സെറ്റ് മേക്കിങ്ങിൽ വരുന്ന സംഭവം. ആ സമയം നമ്മൾ ഒരു സീൻ ബേസ് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നാളത്തേക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡ് ബൈ പ്രോപ്സായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെറ്റിൽ നിൽക്കുന്ന സെറ്റ് അസിസ്റ്റൻസിനെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട പ്രോപ്പർട്ടീസ് ഇന്നതൊക്കെയാണ്, അവരാണ് ആക്ഷൻ പ്രോപ്പർട്ടീസ് നോക്കുന്നത്. അവരായിരിക്കും സെറ്റിൽ ബാക്കിയുള്ള ഓരോ ആർട്ടിസ്റ്റിനെയും കൊടുക്കുന്ന സ്റ്റാൻഡ് ബൈ പ്രോപ്സായിട്ട് അവർ നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരു അസോസിയേറ്റ് ഉണ്ടാവും കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറുടെ അഭാവത്തിൽ അസോസിയേറ്റഡും കാര്യങ്ങളോടെ ചെയ്യുന്നത്, അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നാളത്തേക്കെല്ലാം പ്രിപ്പറേഷൻ ആണോ അല്ലെങ്കിൽ സെറ്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതെല്ലാം നോക്കുന്ന ഒരു അസോസിയേറ്റ് ഉണ്ടാവും. അസോസിയേറ്റിൻ്റെ താഴെ ചീഫ് ആർട്ടിസ്റ്റ് എന്ന് 2 പേരുണ്ട്. അവരായിരിക്കും അസോസിയേറ്റ് കഴിഞ്ഞാൽ നിൽക്കുന്നത്. കാരണം അസോസിയേറ്റിനെ നീങ്ങേണ്ടി വന്നാൽ അല്ലെങ്കിൽ സെറ്റിൽ നിൽക്കുന്ന സെറ്റ് അസിസ്റ്റൻസിനോടും ബാക്കി ആർട്ടിസ്റ്റിനുള്ള നിർദ്ദേശം കൊടുക്കുകയും അല്ലെങ്കിൽ അടുത്തൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചീഫ് ആർട്ടിസ്റ്റൻസ് ആയിരിക്കും. അവരുടെ താഴെ വരുന്നതാണ് പിന്നെ ആർട്ട് അസിസ്റ്റൻസ് കാറ്റഗറി വരുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ സെറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറി ഇല്ല, പകരം കോമൺ ആയിട്ട് ആർട്ട് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കാറ്റഗറീസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ചേർന്ന് വരുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ആർട്ട് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഹാർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെനീസിലെ വ്യാപാരിയിൽ ആ 80s മാർക്കറ്റ് മുഴുവൻ സെറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫോട്ടോവും പിന്നീട് അവിടെ സെറ്റ് വന്നതിന് ശേഷമുള്ള ഫോട്ടോവും കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഇങ്ങനൊരു സെറ്റ് ചെയ്യാമെന്ന് എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, എന്താണ് ഒരു സ്ഥലം കണ്ടെത്തുമ്പോൾ? ഇപ്പോൾ വെനീസിൽ വ്യാപാരി ചെയ്യുമ്പോൾ അതൊരു പീരീഡ് ഫിലിം ആയതുകൊണ്ട് നമ്മൾക്ക് 80കളിലാണെങ്കിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ടെലിഫോൺസുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കുറവാണ്. ഇലക്ട്രിസിറ്റി ഉണ്ട്, പക്ഷേ അത് കുറവാണ്. പിന്നെ വലിയ വലിയ വാർക്ക് കെട്ടിടങ്ങളില്ല. പിന്നെ കൂടുതലും ആ സിനിമയിൽ ബോട്ടിൽ വന്നിറങ്ങുന്ന ഒരു സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴത്തേക്കാണ് കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥലം കണ്ടത്. സ്ഥലം കണ്ടപ്പോൾ നമുക്കൊരു ജംഗ്ഷൻ ആക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് സ്ഥലം കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റ് വണ്ടി എത്തണം, ഒപ്പം നമുക്ക് ബാക്ക് വാട്ടറിൻ്റെ അടുത്ത് വേണം താനും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു സ്ഥലം കണ്ടത്. സ്ഥലം കണ്ടപ്പോൾ നമുക്ക് കണ്ട പ്ലേസിൽ പിന്നെ ഈ ഇതെങ്ങനെ നമ്മുടെ സെറ്റ് അവനെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉള്ളത് ഒരു ചായക്കടയും ഒരു ടൈലറിങ് ഷോപ്പും ഒക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് നമുക്ക് ചായക്കട മാത്രമേ ഉള്ളൂ. പക്ഷേ ചായക്കട മാത്രം ജംഗ്ഷനിൽ വന്നിട്ട് കാര്യമില്ല. ഒരു ചന്തക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ കുറേ കടകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്ലേസിന് നമ്മളെങ്ങനെ ഒരു 80ൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന തയ്യൽ കടകളും ചായക്കടകൾ എങ്ങനെയായിരുന്നു ആ തരത്തിലേക്ക് സ്കെച്ച് ചെയ്തിട്ട് മാറ്റിയിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അത് വെനീസ് വ്യാപാരിക്ക് 80s ആയതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സിനിമകളിൽ ആണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം മേരിക്കുണ്ട് കുഞ്ഞാട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് തൊടുപുഴയിൽ ആയിരുന്നു അതിൻ്റെ മെയിൻ ലൊക്കേഷൻസ്. അവിടെ ദിലീപിൻ്റെ ഒരു വീട് വേണം. അപ്പോൾ ഒറിജിനലായിട്ട് വീട് കണ്ടെത്താൻ പറ്റില്ല, കാരണം കഥയിൽ വീട് കത്തിപ്പോകണം, തീ പിടിച്ച് നശിഞ്ഞു പോകണം. അപ്പോൾ ഒരിക്കലും നമുക്ക് റിയലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ സെറ്റിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത ചോദ്യം ഇത് സെറ്റ് എവിടെ ഇടാം എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു ഗ്രാമ പശ്ചാത്തലം അല്ലെങ്കിൽ ഗ്രാമഭംഗി വേണം. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത പടത്തിന് മുമ്പാണ് ലാലേട്ടൻ എൽസമ്മ എന്നുള്ള പടം അവിടെ തന്നെ ചെയ്തത്.
അപ്പോൾ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ ലൊക്കേഷനായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല, എന്നാൽ സ്ഥലം ഒരേ സ്ഥലം തന്നെയാണ്. അപ്പോൾ തൊടുപുഴ പ്രദേശങ്ങൾ തന്നെയാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്രയിലാണ് ഒരു കുന്നിൻ പ്രദേശം കണ്ടെത്തിയത്. കുന്നിൻ്റെ മുകളിൽ റബ്ബർ തൈകളെ നട്ട സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് എല്ലാം മലകളെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലേസ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ പ്ലേസ് തിരഞ്ഞെടുത്തത് നമുക്ക് ഉണ്ടായിരുന്ന വെല്ലുവിളി റബ്ബർ തൈകൾ വെച്ചിട്ടുള്ളൂ. റബ്ബർ തൈ ഇത് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അതിൻ്റെ വില കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഓണറോട് സംസാരിക്കണം. അപ്പോൾ അത് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാര്യം പറഞ്ഞു, നമ്മൾ തൈ പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് വെച്ച് കൊടുക്കാം, നമ്മൾ സൂക്ഷിച്ചോളാം, ഇടയ്ക്ക് നനച്ചുകൊണ്ടിരുന്നോളാം എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് അത്രയും സ്ഥലം പുള്ളി നമുക്ക് തന്നത്. അങ്ങനെ നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ നമ്മൾ അത് കുഴി ഒഴിച്ച് റബ്ബർ തൈകൾ മാറ്റി വയ്ക്കുകയും നമ്മൾ സെറ്റിൽ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുകയും ചെയ്തായിരുന്നു. പിന്നീട് അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ സെറ്റ് ഇടുകയും, അപ്പോൾ കഥയിൽ ആക്ച്വലി വീടിനടുത്തിന് ഒരു കിണർ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അങ്ങനെ സ്ഥലത്ത് അത് കുന്നിൻ ചെരിവായതുകൊണ്ട് കിണർ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് വേറെ സ്ഥലത്ത് നമ്മൾ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പീരിയഡ് സബ്ജക്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ഒരു സെറ്റ് ഇടാനൊരു സ്ഥലം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ വളരെ പഴയ കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കേബിളുകൾ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പം അങ്ങനെ റിക്വയർമെൻറ്റ്സ് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇത് പുറത്ത് പറയാറില്ലേ പോലും ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ ഫൈബർ കൊണ്ടിട്ട് തെങ്ങിൻ്റെ തടി ഉണ്ടാക്കി വെക്കും. അപ്പോൾ എവിടെയാണോ ഫ്രെയിം വരുന്നത് നേരെ കൊണ്ടുപോയിട്ട് എന്തായാലും നമുക്ക് വരുന്നൊരു ഏരിയ ഉണ്ടാവും, നേരെ കൊണ്ടുപോയി പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് തെങ്ങ് കൊണ്ടുവെക്കുക. അപ്പം പിന്നെ തെങ്ങായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സൂത്രപ്പണികൾ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ആക്ച്വലി എൻ്റെ എല്ലാ സിനിമകളിലും സെറ്റുകളുണ്ട്. പക്ഷേ സെറ്റുകൾ വന്ന് നോക്കിയപ്പോൾ അറിയാൻ പാടില്ല. അതന്നെ എൻ്റെ ഒരു ഫോൾട്ടായിട്ടും വരാൻ വേണമെങ്കിൽ. പക്ഷേ എനിക്കത് സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റോ വന്ന് ഒരു ദിവസം അവിടെ ഷൂട്ട് ചെയ്തതിന് ശേഷം ആണ് അത് അറിയുന്നത്, സെറ്റാണെന്ന് അറിയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചോളം വളരെ വലിയൊരു കാര്യം. കാരണം ഭാഗ്യദേവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴത്തേക്കും ജയറാമിൻ്റെ വീട് സെറ്റാണ്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ജയറാം സെറ്റാണെന്ന് അറിയുന്നത് തന്നെ.